ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. ഭയങ്കര സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു ഗ്രീനാണ്, പെയിൽ എമറാൾഡ്, ഒരു ടർക്കിഷ് ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നല്ലൊരു തിക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് ജസ്റ്റ് വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്തു ആ ബോട്ടിലേക്ക്. അപ്പോൾ കുറച്ചൊരു ഡാർക്കായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു വൈറ്റ് കളറ് ആക്രിലിക് പെയിൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു കളറ് കിട്ടി. എന്നിട്ട് ഞാൻ ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് ഫുള്ളായിട്ടൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സ്പോഞ്ചിന് പകരം ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഒരു കോട്ടൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു സെക്കൻഡ് കോട്ട് അടിച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഒരു വൈറ്റ് കളർ മിക്സ് ചെയ്തു കേട്ടോ. കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തു. അപ്പോഴേക്കും നല്ലൊരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഡബിൾ കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ, നല്ലൊരു ഷേപ്പും പിന്നെ ഒരു പ്രത്യേക ഒരു കളറും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ കളർ യൂസ് ചെയ്യുന്നത്. ശരിക്കും നമുക്കിതിൽ ഡിസൈനൊക്കെ ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ നമുക്കൊരു നല്ലൊരു ഹോം ഡെക്കറായിട്ട് വെച്ചാലും നല്ലൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കളർ പെൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പെയിൻറ്റിങ് ബ്രഷ്, പിന്നെ ഒരു ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂൾസൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പിലേക്ക് കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ടൂത്ത് പിക്കാണ്. അപ്പോൾ ആ ടൂത്ത് പിക്കിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഈ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് നമ്മളൊരു കുഞ്ഞ് സർക്കിൾ പോലെ വരച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സർക്കിളിന് ചുറ്റുമായിട്ട് ഒരു കുഞ്ഞൊരു ആർച്ച് പോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു സർക്കിളിന് ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഈ ഒരു ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റും ചെയ്യുമ്പോൾ ഒരു കുഞ്ഞൊരു ഫ്ലവർ പോലെ കിട്ടും. അതും നമ്മൾ ഈ ടൂത്ത് പിക്കിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്. അപ്പോൾ അത് കുറച്ചൊരു ലൈറ്റ് യെല്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളറും കൂടെ ചേർത്തിട്ടൊന്നങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറിൻ്റെ ഓരോ പെറ്റലിൻ്റെ ഇടക്കായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ മണ്ടാല ആർട്ടാണ് ചെയ്യണത്. അപ്പോൾ മണ്ടാല ആർട്ടിന് കുറേ ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊരു ബോട്ടിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ഫുള്ളായിട്ടൊരു റൗണ്ട് പോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെയിം യെല്ലോ വെച്ചിട്ട് തന്നെ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഇല്ല നമ്മൾ മിക്സ് ചെയ്യാത്ത ആ ഒരു കളർ വെച്ചിട്ട് ചുറ്റും ഇതുപോലെ ഒരു റൗണ്ട് കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷേ വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല, കാരണം രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. വീണ്ടും ഞാൻ ടൂത്ത് പിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്, ഷാർപ്പായിട്ടുള്ള ഭാഗമല്ല. എന്നിട്ട് അത് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ 2 യെല്ലോ ഡോട്ടില്ലേ നമ്മൾ സെക്കൻഡ് റൗണ്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ യെല്ലോ കളർ ഡോട്ടിൻ്റെ നേരെയായിട്ട് ഇതുപോലെ വൈറ്റ് കളർ അടിച്ചിട്ട് തന്നെ ഒന്നും കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ വൈറ്റിൻ്റെ നേരെയായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഈസിയാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഡോട്ട് ഇങ്ങനെ നോക്കി ചെയ്താൽ മതി, അപ്പോൾ തെറ്റിപ്പോവൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഒരു റെഡ് കളർ ഡോട്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു സൈസ് കുറവാണെന്ന്. കാരണം ഇതുപോലെ ഒരേ സൈസായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മണ്ഡല ആർട്ടിലൊക്കെ കാണാമല്ലോ ഇങ്ങനെ സൈസ് കൂടി കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കളർ പെൻസിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് റെഡിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഡോട്ടിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു റെഡിനോട് ചേർന്നിട്ടുള്ള വേറൊരു കളർ കിട്ടണം, ഒരു ഓറഞ്ച് പോലെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു റെഡും യെല്ലോവും കൂടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ ഇടക്കായിട്ട് ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കളർ പെൻസിലിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. പക്ഷേ ഒരു പ്രാവശ്യം മാത്രമായിട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൈസിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ പുറത്ത് ചെയ്തത് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സൈസിൽ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടക്കായിട്ട് ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ഡല ആർട്ട് ശരിക്കും നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ടഫാണെന്ന്, പക്ഷേ ഭയങ്കര ഈസിയാണ്. നമ്മൾ ആ ഒരു ഡോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും.
വീണ്ടും ഞാൻ ടൂത്ത് പിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര തിന്നായിട്ട് ഒരു ലീഫൊക്കെ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വളച്ചിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ 2 ബ്ലൂ കളർ ഡോട്ട് ഇട്ടുണ്ടായിരുന്നില്ല, ആ ഒരു 2 ഡോട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ലൈന് വരച്ചു കൊടുക്കേണ്ടത്, ആ ഒരു ഡിസൈൻ ലീഫ് പോലെ. എന്നിട്ട് നമ്മൾ മേലെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ ടൂൾസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഇതുപോലെ ഓരോരോ കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയായിട്ടൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു വലിയൊരു ഡിസൈനായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ബോട്ടിലേക്ക് ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു വലിയൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കളർ പെൻസിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വൈറ്റ് കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ ഡോട്ട് ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് ആ ഒരു വലിയ ഡോട്ടിന് ചുറ്റുമായിട്ട് കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു ലീഫ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വീണ്ടും ആ ഒരു ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പെയിൻറ്റ് ഡിപ്പ് ചെയ്യാതാവുമ്പം ആ ഒരു പെയിൻറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ കുറയില്ല, ആ ഒരു രീതിയിലാണ് കിട്ടുക. ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈന് ചുറ്റുമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല രസമായിട്ട് ഈ ഇത് ചെയ്യാനായിട്ട്. കാരണം പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ഡോട്ട് ഇടുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ കുറഞ്ഞ് കാണുമല്ലോ, അപ്പോൾ നല്ലൊരു കളറില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടെ ഇതുപോലെ കുറച്ചും കൂടെ ഒരു ചെറുതായിട്ടൊരു വളഞ്ഞിട്ട് വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ ചുറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിനിപ്പോൾ അവസാനമായിട്ട് ഒരു 3 ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ ഓരോ ലീഫിനെ പോലെ വന്നില്ല, അപ്പോൾ അതിൻ്റെ ടിപ്പിലായിട്ട് ഇങ്ങനെ ഓരോ ഡോട്ടും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ യെല്ലോ കളറ് ഒരു പെയിൻ്റ് ഇല്ല, അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ടൂത്ത് പിക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ 3 ഒരു കുഞ്ഞൊരു ഡ്രോപ്പിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ആ ഒരു മിക്സ് ചെയ്ത പെയിൻ്റ് ആയിരുന്നു, അപ്പോൾ കുറച്ചൊരു ഇങ്ങനെ കട്ടി ആയതുകൊണ്ട് അത്ര നീറ്റായിട്ട് വന്നില്ല. പിന്നീട് ഞാൻ ആ ഒരു യെല്ലോ കളറ് ആ ഒരു നല്ല ഡാർക്ക് യെല്ലോ ഉണ്ടല്ലോ, ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇടൂലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ലീഫ് പോലെ ചെയ്തല്ലോ ഡോട്ട് ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു റെഡ് കളർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു റെഡ് വെച്ചിട്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു റെഡും യെല്ലോവും കൂടെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ അട്രാക്ഷൻ ഉണ്ടാവും ആ ഒരു ചുറ്റിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു നീറ്റായിട്ട് വരാത്ത പോലെ തോന്നും, പക്ഷേ പിന്നീട് 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ടൂത്ത് പിക്ക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റുള്ള ഭാഗത്ത് കുറച്ചൊരു കട്ടിയും പിന്നീട് പെയിൻറ്റ് കുറഞ്ഞ് വരുമല്ലോ, അപ്പോൾ നല്ലൊരു ഡ്രോപ്പിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഡോട്ട് ഇടുന്നതും ഏത് ടൂളാണ് വെച്ചിട്ടുള്ളത്, അതുപോലെ ഏത് ഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുത്തതെന്നൊക്കെ ഒന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ ഒരു കട്ടിയുള്ള ഒരു കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭംഗി കിട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് ജൂട്ടിൻ്റെ ത്രെഡൊക്കെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറ് ത്രെഡൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനെടുത്ത ഒരു കോട്ടൻ്റെ ത്രെഡ് കുറച്ചൊരു കട്ടിയുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചൊരു സ്പ്രെഡായ പോലെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ട് വീണ്ടും ഡാബ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു മണ്ടേല ആർട്ടിൻ്റെ ടൂൾസൊന്നും ഇല്ലാതെ വീട്ടിലൊക്കെ ഉള്ള നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന പെൻസിലും പെന്നും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് നല്ല ഡിസൈനൊക്കെ കിട്ടും, മണ്ടേല ആർട്ട് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു കളറിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു ബോട്ടിലിന് നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനെ മണ്ടേല ആർട്ട് ബ്ലാക്ക് കളറിലും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.